ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഈ ഒരു ഫ്രോക്ക് ട്രൈ ചെയ്താലോ? അപ്പം നമുക്ക് എടുത്ത മെറ്റീരിയൽസ് കാണാം. നമ്മൾ 3 മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫസ്റ്റ് തന്നെ കാണിച്ചത് സാറ്റൺ ആണ്, പിന്നെ പ്ലെയിൻ നെറ്റ്, പിന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. നെറ്റ് 11 മീറ്ററും സാറ്റൻ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ ടോപ്പ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ടോപ്പ് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെയാണ് 2 ഫോൾഡ് ചെയ്ത് മടക്കി വെക്കേണ്ടത്. അതായത് 2ആയിട്ട് മടക്കുക. അങ്ങനെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി അതിലേക്കാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പോണത്. ഇനി ഞാൻ നോർമൽ എടുക്കുന്ന മെഷർമെൻറ്റ്സ് തന്നെയാണ് ചെയ്യുന്നത്. 2 ഫോൾഡായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് ഷോൾഡർ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് എനിക്ക് 16 വേണം. അപ്പോൾ ഞാൻ 8 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാണ്. നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണേൽ അങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി താഴോട്ടും നമ്മൾ 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് 10 ആണ്, പ്ലസ് സീം അലവൻസ് ഞാൻ 2 ഇഞ്ചാണ് എടുത്തത്. ഇനി താഴോട്ടുള്ള മെഷർമെൻറ്റാണ് ഞാൻ 15 എടുക്കുന്നത്. ടോട്ടൽ ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് 10 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക്. അങ്ങനെ 10 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ അറിയാതെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അതാണ് ഇവിടുത്തെ ലൈന്. അത് നിങ്ങൾ നോക്കണ്ട. ഞാൻ 10 ഇഞ്ചും പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ നെക്ക് എടുത്തിട്ടില്ല, നെക്ക് മെഷർമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ബാക്കിയുള്ളതൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ 2 ഫോൾഡ് എന്നാണ് തോന്നുന്നു ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ 4 ഫോൾഡാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. ഞാനതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഫോൾഡ് അല്ല 4 ഫോൾഡാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സാറ്റണും നെറ്റും വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. സാറ്റിനും നെറ്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ ആം ഹോൾ വെച്ചിട്ടല്ല കട്ട് ചെയ്തത്. ഞാനൊരു സ്ക്വയർ ഷേപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. കാരണം ആം ഹോൾ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല കട്ട് ചെയ്തത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ബോക്സ് പോലെ വെച്ച് കട്ട് ചെയ്തതാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 പാർട്ടും കട്ട് ചെയ്യുകയാണ്. അങ്ങനെ 2 പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 മടക്കി വെച്ചിട്ടല്ല കട്ട് ചെയ്തത്, ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് നെറ്റും അതേപോലെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ക്രേപ്പ് മാത്രമാണ് നോർമലായിട്ട് ആം ഹോളൊക്കെ വെച്ച് കട്ട് ചെയ്തത്. പിന്നെ സാറ്റനും നെറ്റും നമ്മൾ അതേപോലെയല്ല കട്ട് ചെയ്തത്, സ്ക്വയർ ഷേപ്പായിട്ടാണ് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇനി ഇതൊരു ലൈൻ കണ്ടില്ലേ, അവിടേക്ക് 9 ഇഞ്ചും താഴത്തോട്ട് നമ്മൾ 37.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇത് റേഡിയസ് 15 എടുത്തിരുന്ന രീതിയിലാണ് റൗണ്ട് ചെയ്ത് വെച്ചത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ വേണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട. പിന്നെ ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ 4 പീസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. റൗണ്ടായിട്ട് 4 പീസ്. പിന്നെ നമുക്ക് നെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതേപോലെ 2 പീസ് വേണം. പിന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് 2 പീസ് വേണം. പിന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനും അതേപോലെ വേണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സാറ്റിൻ കട്ട് ചെയ്തത് ടോപ്പ് പാർട്ടും സ്കേർട്ട് പാർട്ടും മാത്രമാണ്. ഇനി നമുക്ക് ക്രേപ്പും അതേപോലെ ടോപ്പ് പാർട്ടും സ്കേർട്ട് പാർട്ടുമാണ് കട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് ഞാൻ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആൻഡ് അങ്ങോട്ടേക്ക് ബാക്ക്ഗ്രൗണ്ടും വേണമെങ്കിൽ നമ്മൾ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ അത്ര ഡീപ്പ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ റൗണ്ട് നെക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ഭാഗവും റൗണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടിയിൽ നെറ്റ് വെക്കുക, പിന്നെ സാറ്റിൻ വെക്കുക, പിന്നെ ക്രേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് പിന്ന് കുത്തി കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉൾട്ടയാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി. അതായത് നെറ്റ് വെച്ചു, സാറ്റിൻ വെച്ചു, പിന്നെ ക്രേപ്പ് വെച്ചു, എന്നിട്ട് പിന്ന് കുത്തി കൊടുക്കുക. ഓക്കെ, പിന്ന് കുത്തിയില്ലെങ്കിൽ ഷേക്കായി പോവേ. നമ്മൾ അടിക്കുമ്പോൾ ഷേക്കായി പോവും.
അപ്പോൾ അത് മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ പിന്ന് കുത്തി കൊടുക്കാതെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ പിന്ന് കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. പിന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം പിന്നെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയാൽ എല്ലാം തെറ്റിപ്പോവും. പിന്നെ കുടുങ്ങി പോകും, സൂചി പൊട്ടിപ്പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിപ്പോവും. അപ്പോൾ സൂചി കുടുങ്ങാതെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് ചെയ്തെടുത്തു. നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ഒരിക്കലും കുടുങ്ങുന്ന രീതിയിൽ കട്ട് ചെയ്യരുതേ. അപ്പോൾ മൊത്തം സ്റ്റിച്ച് കഴിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കുടുങ്ങാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 2 ഭാഗവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നെറ്റ് മുകളിൽ വരുന്ന രീതിയിൽ വേണേൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഭാഗവും ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ് ഫസ്റ്റ് നെറ്റ്, പിന്നെ സാറ്റിന്, പിന്നെ ക്രേപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നേരത്തെ എല്ലാ സ്കേർട്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ സ്കേർട്ടൊക്കെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് വെക്കാം. എന്നിട്ടൊന്ന് പിന്ന് കുത്തി വെക്കുന്നുണ്ട്. ഞാൻ അവിടെ പിന്നും കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും കൂടെ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മഴ ആയതുകൊണ്ട് കറണ്ടും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു ചെയ്യാനൊന്നും. നമ്മൾ സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് അടിയിലൊരു ഫ്രില്ല് പോലെ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ നെറ്റിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ചുരുക്കായിട്ട് കിട്ടും. പിന്നെ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഫ്ലവർ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.